ഹായ് ഹലോ. അപ്പോൾ വെക്കേഷനായിട്ട് നമ്മളും പോയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പോ കാണാൻ. നമ്മൾ പോയത് എടപ്പാളിലുള്ള സഫാരി ഗ്രൗണ്ടിലോട്ടാണ്. മറൈൻ എക്സ്പോ ആയിരുന്നു കേട്ടോ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പോൻ്റെ ചാർജ് 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ചാർജ് ഉണ്ട്. ഒരു ടിക്കറ്റിന് 100 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ കയറി ചെല്ലണ ആ ഒരു എൻട്രി എന്നത് ഒരു സ്നോ എഫക്റ്റ് വരുത്തിയിട്ട് നല്ല ഐസൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോ. എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റാളിലോട്ട് നമ്മൾ പോകുന്നത് ഒരു ഫിഷിൻ്റെ അക്വേറിയം, അണ്ടർ വാട്ടർ ഫിഷ് അക്വേറിയം എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മത്സ്യകന്യക ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് നല്ല ഭംഗിയായ ഒരുപാട് ഫിഷുകളെ കണ്ടിട്ടോ. നല്ല രസമുണ്ടായത് കാണാൻ. നല്ല കുഞ്ഞു കുഞ്ഞു മീൻസും വലുതും ചെറുതൊക്കെ ആയിട്ട് ഒരുപാട് തരം ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ കണ്ടിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്ത റൗണ്ട് എന്നാണത് ഫുഡ് സ്റ്റോളിലോട്ടായിരുന്നു. അപ്പോൾ മീനിന് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം മീനിനെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം തന്നെ വേണമെന്ന് പറയാം. ഫിഷിൻ്റെ സ്റ്റോളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങുന്നത് ഫുഡ് സ്റ്റോളിലോട്ട് കേട്ടോ. അപ്പോൾ ഫുഡിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരുപാട് മിഠായിസ് എല്ലാം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പ്രത്യേകിച്ച് വേറെ ഫുഡൊന്നും അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പോപ്കോൺ എല്ലാം കഴിച്ച് പിന്നെ എക്സ്പോൻ്റെ ഗ്രൗണ്ടിലോട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എക്സ്പോയിലും അങ്ങനെ ഞങ്ങളൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം അങ്ങനെ കണ്ടു നിന്ന്. പിന്നെ നമ്മളിവിടെ നേരെ ഇറങ്ങിയത് എടപ്പാളിൽ ഫോറം മാളിലോട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി. അപ്പോൾ ഈ ഒരു പോപ്കോണും അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുട്ടികൾക്ക് 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താത്തൊരു ചപ്പലെടുത്തോ, ഒരു ഷൂ എല്ലാം വാങ്ങിച്ചു. നെക്സ്റ്റ് നിന്നെല്ലാം ഇറങ്ങി ലാസ്റ്റ് ഫുഡും കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് അവസാനിപ്പിച്ച്.